ഓക്കെ പറ്റട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജോൺ ആസ് എ ഡാൻസർ ആൻഡ് ധന്യ ആസ് എ ഡാൻസർ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് 10? കാരണം നിങ്ങൾ എന്തായാലും വേറെയും ഡാൻസേഴ്സിനെ കാണുന്നുണ്ട്, സോ ഡാൻസ് എന്തൂസിയാസിസ്റ്റ് ആണ്. അപ്പോ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ധന്യക്ക് ഒരു 9 out of 10 കൊടുക്കും. കാരണം അത് ഡാൻസ് ആ ഒരു ഈ ഏജിലും നമ്മുടെ ആ ഒരു 20s അല്ലല്ലോ നമ്മള്. ഇപ്പൊ 20s ഒരാള് ചെയ്യുന്ന പോലെ അല്ല 30s ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ്. പിന്നെ ധന്യയുടെ പ്ലസ് എന്ന് പറഞ്ഞാൽ ധന്യയുടെ ഡാൻസിനുള്ള ഗ്രേസ് ആണ്. അതിന് എത്ര പ്രാക്ടീസ്, ഞാൻ പലപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പ്രാക്ടീസ് ഒക്കെ കുറവാണെങ്കിൽ പോലും സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ധന്യയുടെ പെർഫോമൻസിന്. നന്നായിട്ട് അത് മോശമാവാറില്ല. ഞാൻ എൻ്റെ മാക്സിമം എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോഴാണ് എനിക്ക് തോന്നാറുണ്ട്, പണ്ടോട്ടേ അങ്ങനെയാണ്, ഞാൻ ഭയങ്കര മടിച്ചാണ്. അയച്ചാൽ നന്നായിട്ട് അറിയാം, ഞാൻ ഭയങ്കര മടിച്ചു. റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ 1-2 പ്രാവശ്യം ചെയ്താൽ പിന്നെ ഓക്കെ റെഡി. പക്ഷെ ഞാനിങ്ങനെ സ്റ്റെപ്സ് ഒക്കെ ഓർത്തോണ്ടിരിക്കും. പക്ഷെ ഞാൻ മടിച്ചു. പക്ഷെ എനിക്ക് പാട്ട് ഭയങ്കരമായിട്ട് മൈൻഡിൽ കയറണം. പാട്ട് എനിക്ക് മൈൻഡിൽ കയറണം. എനിക്ക് ആ പാട്ടിൽ ഞാൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പോഴാണ് സ്റ്റേജിൽ കയറുമ്പോൾ പാട്ടിന് അനുസരിച്ച് നമ്മളങ്ങ് ബോഡിയും കൂടെ വരുമ്പോഴാണ് ഗ്രേസ് വരിക. എനിക്കങ്ങനെ തോന്നിയിട്ട്. അപ്പം ഞാൻ പാട്ട് ഇങ്ങനെ കേട്ട് മൈൻഡിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചിയുമാണ് സെയിം ടൈം. അപ്പം സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ മാക്സിമം കൊടുക്കാൻ ഞാൻ നോക്കും. മാക്സിമം എൻ്റെ എനർജി പവർ എല്ലാം അതിനകത്ത് കാണും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം റേറ്റിംഗ് ആൾക്ക് ഒബ്വിയസ്ലി ഞാനിപ്പം എനിക്ക് 9 തന്ന സ്ഥിതിക്ക് ആൾക്ക് 10 കൊടുത്തേ പറ്റൂ. കാരണം എന്തായാലും എന്നെക്കാളും ബെറ്റർ ആണ്. എന്തുകൊണ്ട് കണ്ടു പഠിക്കാൻ. ഒന്ന് ഞാൻ കണ്ടിട്ട് ഡാൻസ് പഠിക്കുന്നത് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ മടിച്ചായോണ്ടായിരിക്കാം. ഞാൻ കാണും, പിന്നെ സമയം എടുക്കും. പക്ഷെ എൻ്റെ തനിയെ സ്റ്റെപ്സ് ഒക്കെ ഇടാനാണെങ്കിൽ ആലോചിച്ച് പതുക്കെ അങ്ങനെയൊക്കെയാ ചെയ്യാറ്. കാരണം എപ്പോഴും ചെയ്തോണ്ടിരിക്കാത്ത. പക്ഷെ ആളങ്ങനെയല്ല, ബാത്റൂമിൽ ഇരുന്നും ഓരോ റീൽ കണ്ടിട്ട് സ്റ്റെപ്പ് എടുത്തോണ്ട് വരും. കണ്ട് ആൾക്ക് പെട്ടെന്ന് ഒരു അതെ പെട്ടെന്ന് റീൽ ഇറങ്ങുമ്പോ അത് ബാത്റൂമിൽ ഇരുന്നിട്ടാ പഠിച്ചിട്ട് തന്നെ. ഞാൻ നോക്കും ബാത്റൂമിൽ കയറിയിട്ട് ഫോണുമായിട്ട് തിരിച്ചു വരുമ്പോ സ്റ്റെപ്പ് പഠിപ്പിച്ചു തരാന്ന് പറയും. പണ്ടത്തെ സ്റ്റെപ്സ് ഒക്കെ നമ്മളിപ്പോ എല്ലാ ഫിലിംസിലും മൂവീസിലൊക്കെ റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടുപിടുത്ത കുറെ സ്റ്റെപ്സ് ഉണ്ട്. അപ്ഡേറ്റ് ആയിട്ടിരിക്കേണ്ടതും അതെ അതെ. ഇപ്പൊ ഒരു പ്രോബ്ലം അല്ല, എല്ലാം വളരെ അപ്ഡേറ്റഡ് ആണ്. ഒരുപാട് ട്യൂട്ടോറിയൽ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഒരുപാട് ഫോറിനേഴ്സിന്റെ ഒക്കെ വീഡിയോസ് നമുക്ക് കാണാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മുമ്പ് നമുക്കിപ്പം സൂപ്പർ ഡാൻസർ ഒക്കെ ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് റെഫറൻസ് ഇല്ല. നമുക്ക് മാസ്റ്റർ വേണം. റെഫറൻസ് ഇല്ല. നമുക്ക് അന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാൻസ് തന്നെയാണ്. ഇപ്പൊ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ ശരിക്കും അതൊക്കെ നമുക്ക് കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. കാരണം നമ്മൾ ആ സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കും ഇത് എങ്ങനെ ഉണ്ടടാ, ഇത് ഇങ്ങനെ കൊള്ളാമോ ഈ മൂവ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് ആ മൂവ്മെന്റ് ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു റെഫറൻസ് വീഡിയോ കണ്ടിട്ടുള്ള ഒരു ഇതില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ വളരെ വൈഡ് ആയിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പെർഫോം ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, 1-2 സെഗ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ചൊന്ന് ഫണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, റെഡി? ഓക്കെ, നിങ്ങൾ ആരാണ്, മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ നൈറ്റ് പേഴ്സൺ? മോർണിംഗ് ആൻഡ് നൈറ്റ് പേഴ്സൺ രണ്ടും. രാവിലെ എഴുന്നേക്കും, രാവിലെ എനിക്ക് ലേറ്റ് ആയിട്ട് ഉറങ്ങും. അതങ്ങനെ പറ്റും, ഉറക്കമില്ല. ഞാൻ നല്ല ഉറക്കഭ്രാന്തി, ഞാൻ പറഞ്ഞില്ല മടിച്ചു. എത്ര നേരം വേണേലും എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. എനിക്ക് ആക്ച്വലി 5 മണിയാകുമ്പോ ഞാൻ സ്വിച്ചിട്ട് പോലെ എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റൂല. എനിക്ക് എനിക്ക് ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാനെങ്കിലും പോയില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഗിൽറ്റി. പ്രത്യേകതരം ജീവിയാണ്, ഉറക്കമില്ലായ്മയാണ് ആളുടെ പ്രശ്നം. എനിക്കാണെങ്കിൽ എനിക്ക് ഒരു 10 മണിയാകുമ്പോ എന്റെ കണ്ണ് തൂങ്ങി പോകുന്ന ആളാ. ഇവിടെ വന്നപ്പോ 10, 11, 12 ചിലപ്പോ പണ്ടൊക്കെ 1, 2 ഇങ്ങനെ പോകും. അപ്പൊ എന്റെ ബ്രദർ വന്ന് ചോദിച്ചു, എടി നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? കാരണം 9 മണി കഴിയുമ്പോൾ നീ ഇങ്ങനെ കോഴിയെ പോലെ തൂങ്ങിയിരിക്കുന്ന ആള്, നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ഷൂട്ട് വർക്ക് ടൈമില് നമ്മളത് എങ്ങനെയും കണ്ണിന് കോല് കുത്തിയിട്ടാലും ഇരിക്കും വർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള്
നമ്മൾ റെസ്റ്റും കൊടുക്കണം നമുക്ക്. എന്ന് വെച്ചാൽ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് റെസ്റ്റും വേണം. ഞാൻ ആളോട് പറയും കുറച്ചെങ്കിലും കിടന്നുറങ്ങുന്നു പറയും. അപ്പൊ ആളിടയ്ക്ക് 10 minutes ഒക്കെ ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ നമ്മളൊരു 7 hours കറക്റ്റ് ഉറങ്ങണം കേട്ടോ. നമ്മുടെ ഹെൽത്തിന് ഇനിയും അല്ല, ഞാനൊരു 6 hours ഉറങ്ങും. ഇപ്പൊ കുറച്ച് നേരത്തെ ഉറങ്ങി തുടങ്ങി. ഇപ്പൊ കുറച്ച് നേരത്തെ ഉറങ്ങി തുടങ്ങി. അപ്പൊ 5 എണീക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോം ഡേറ്റ് ഓർ മൂവി ഡേറ്റ്, നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യാ? പുറത്ത് പോകണോ അല്ലെങ്കിൽ മൂവി അല്ലെങ്കിൽ ഹാങ് ഔട്ട്, എന്താണെങ്കിലും? വീട്ടിലുള്ള ഡേറ്റ് ആണോ? ഹോം ഡേറ്റ് പ്രിഫർ ചെയ്യണല്ല, ഹോം ഡേറ്റേ ഉള്ളൂ. നമ്മൾ അങ്ങനെ മൂവി വല്ലപ്പോഴും പോന്നല്ലാതെ വീട്ടില് നിങ്ങൾ മറ്റേ മൂവീസ് ഒക്കെ അപ്പൊ പൊതുവെ വീട്ടില് തന്നെ ഇഷ്ടം. എല്ലാ ലാംഗ്വേജിലുള്ള സിനിമ കാണുന്ന ആളാ. എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ കാണുന്നത് ഉറങ്ങുന്നത്. ഏത് ജോണാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഞാൻ ത്രില്ലർ, ഹൊറർ, സസ്പെൻസ്, അങ്ങനത്തെ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഇല്ലേ, അത് ഇഷ്ടമാണ്. ഒരു പ്രത്യേകതര ആൾക്കൊന്നും ഡൈജസ്റ്റ് ആവില്ല ഇങ്ങനെ ഒരു ടൈപ്പ് മൂവീസ് എല്ലാം. ഭയങ്കര റിലേറ്റബിൾ ആണ്. ഓക്കെ, എഴുന്നേറ്റ് ഉടനെ ഫസ്റ്റ് മൊബൈൽ യൂസ് ചെയ്യുന്ന ആള്. നമ്മൾ മൊബൈൽ അഡിക്റ്റ് ആണോ? മൊബൈലിന് അഡിക്റ്റ് ആണോന്ന് ചോദിച്ചാൽ ആണ്. അത് നമുക്ക് റീൽസ് കാണണം. ഇത് എപ്പോഴും ഇപ്പൊ ഞാനൊരു വെറുതെ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞ ചുമ്മാ ഒന്ന് ഞാൻ വിളിക്കാം, ഇച്ചായ പറഞ്ഞോ, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഈ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ശരി മാത്രം വരും, പക്ഷെ ഇതൊന്നും ഇൻ ബിറ്റ്വീൻ കേട്ടിട്ടുണ്ടാവും. പറഞ്ഞില്ല എന്ന് പറയും, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയും. എല്ലാവർക്കും സംഭവിക്കാനുള്ള ഓക്കെ. ആരാ ഏറ്റവും നല്ല കുക്ക്? ആള് കുക്ക് ചെയ്യും, പക്ഷെ ഞാനാണ് ചെയ്യുന്ന വീട്ടിൽ. ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ജോൺ ഇഷ്ടമുള്ള ഫുഡ്? ബിരിയാണി നല്ലതാണ്. ചിക്കൻ ബിരിയാണി, റാവുത്തർ ബിരിയാണി ഉണ്ട്, റാവുത്തർ ടൈപ്പ്, കുറച്ച് സ്പൈസി ആയിട്ടുള്ള. സ്പൈസി ആയിട്ടുള്ള എന്റെ മോനും ഇഷ്ടം. ഓക്കെ ഫൈൻ. ഹൂ അപ്പോളജൈസസ് ഫസ്റ്റ്? ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം വന്ന് സോറി പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, പക്ഷെ ഞങ്ങൾ അപ്പൊ തന്നെ അത് ഫോർഗീവ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ ആൾ എന്നോട് മിണ്ടായിരിക്കത്തില്ല, ആള് ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഞാനും മിണ്ടായിരിക്കത്തില്ല. ഞങ്ങൾ ആ ക്ഷണത്തിൽ മറക്കും, അടുത്ത കാര്യത്തിലേക്ക് അങ്ങനെ ഒരു ദിവസം പോലും അങ്ങനെ നമ്മൾ അടുത്ത കാര്യമായിട്ട് പോകും. ഫുഡ് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ കഴിഞ്ഞു. ഞാനിത് പഠിച്ചത് എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പപ്പന് ഭയങ്കര വലിയ വഴക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തോ ഇത് കുറച്ചു മുമ്പ് എന്നായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര നോർമൽ. നമ്മൾ വഴക്ക് കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ അതങ്ങ് അങ്ങനെ വലിയ സംഭവമാക്കി പോകണ്ടല്ല. വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമ്മൾ. പക്ഷെ ഞങ്ങൾ വലിയ ഫൈറ്റുകളിലേക്ക് പോയിട്ടില്ല. ചെറിയ ചിലപ്പോൾ നമ്മൾ തമ്മിൽ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടാതെ പോവും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതല്ല ശരി, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല, അത്രയും ഉണ്ടാവാറുണ്ട്. നീ അത് ചെയ്ത് അപ്പൊ എനിക്ക് മനസ്സിലാവുമെങ്കിൽ നമ്മൾ അത് അഡ്മിറ്റ് ചെയ്യും, നമ്മുടെ തെറ്റാണെങ്കിൽ. അത് അഡ്മിറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വഴക്കുള്ളത്. അത് കുറച്ചു നേരം ആലോചിച്ചിട്ട് നമ്മൾ ആദ്യം സംഭവിച്ചില്ല എന്നെ പറഞ്ഞു. ഓക്കെ, ഹൂ ടേക്സ് മോർ സെൽഫീസ്? തന്നെയല്ലേ? എനിക്ക് സെൽഫി എടുക്കാനേ അറിയത്തില്ല. പക്ഷെ എന്നെ കളിയാക്കും എപ്പോഴും, മൂക്കിൽ കൊണ്ടാണ് നീ സെൽഫി എടുക്കുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ വിളിക്കുമ്പോ ഞാനിങ്ങനെ എനിക്ക് എന്റെ ഫേസ് കാണാൻ ഇഷ്ടമുള്ള പൊസിഷനിൽ വെച്ചാൽ ഞാൻ സെൽഫി എടുക്കാം. അത് കണ്ടോടനെ പറയാം അയ്യേ കൊള്ളൂല എന്ന് പറയും. ഞാൻ എനിക്കിഷ്ടമുള്ള എന്റെ ഫേസ് എനിക്ക് എങ്ങനെയാണോ ഇഷ്ടം ഞാൻ അങ്ങനെ സെൽഫി എടുക്കുക. ഇത് ആളെ കാണിക്കുമ്പോ ആള് പറയും ഇത് കൊള്ളത്തില്ല എന്ന്. കാരണം ആൾക്ക് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ആംഗിളാണ് ആൾക്ക് ഇഷ്ടം, എനിക്ക് എന്നെ അങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, അടുത്തത് ഹൂ ഈസ് മോർ പേഷ്യന്റ്? ഏറ്റവും ക്ഷമയുള്ള കൂട്ടത്തില് ഞാനാ. അത് മോനെ കൊണ്ടുവന്ന് ചോദിക്കും. അത് മോനോടാണ് ചോദിക്കുന്നത്. അത് മോനെ കൊണ്ടുവന്ന് ഇരുത്തിട്ട് ചോദിക്കണം. ബസ്സിൽ തന്നെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആൻസർ ഇല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ആൾക്കിപ്പോ നല്ല വിശന്നിരിക്കാന്ന് വെച്ചു ഒരു ക്ഷമയും കാണത്തില്ല. ഞാനല്ലാതായി മാറും. അഡ്വർടൈസ്മെന്റ് എടുത്ത ആളെ ഉണ്ടല്ലോ ശരിക്കും ആ കറക്റ്റ് ആയിട്ട് എടുത്ത്. ഇങ്ങനെ മനുഷ്യരുണ്ട്. ഞാൻ ആദ്യം വിചാരിക്കും ഇങ്ങനത്തെ മനുഷ്യരുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും വിശന്നാ ദേഷ്യമൊന്നും വരും.
ഇതായിരിക്കുന്നു അതേപോലത്തെ ഒരു മനുഷ്യൻ. എനിക്ക് ഇതേ പ്രശ്നമുണ്ട്. ആണല്ലേ? അയ്യോ, എനിക്ക് പിന്നെ അടുത്ത് ആരും ആ അപ്പൊ മുഖത്തൊക്കെ എക്സ്പ്രഷൻ മാറും. ആളുകൾ വിചാരിക്കും ഈ മനുഷ്യൻ ഇങ്ങനത്തെ സ്വഭാവമായിരിക്കും. അല്ല, ശരിക്കും വിശന്നതിന്റെ കുഴപ്പമാണ്. അത് അത് വരാം. ഓക്കെ, ഹൂ ഇസ് മോർ ഡിസിപ്ലിൻഡ്? ആരാ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ട്? പറ. ഞാനാ അല്ലേ? രണ്ടുമല്ല. അതാണ് ഉത്തരം. രണ്ടുപേരും അല്ല, നമ്മള് രാവിലെ എന്റെ റുട്ടീൻ അല്ല, റുട്ടീൻ ഡിസിപ്ലിൻ ഉണ്ട്. കറക്റ്റ് എല്ലാ കാര്യങ്ങളും പോകും. പക്ഷെ ഒത്തിരി ഹോം മേക്കിങ്ങിന്റെ കാര്യങ്ങളില് വരുമ്പോ ആ റുട്ടീൻ ഡിസിപ്ലിൻ ഉണ്ട്. ടോട്ടല് പറഞ്ഞ പോലെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാ പിന്നെ ടൈമില് ഞാൻ കറക്റ്റ് എത്താനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ ശ്രമിക്കുന്ന ആളാണ്. ശ്രമിക്കും എന്ന് പറഞ്ഞാൽ നടക്കും എങ്കിലും ഓൾമോസ്റ്റ് വലിയ പ്രശ്നമില്ല. കാരണം മുമ്പ് ഞാൻ ലേറ്റ് ആയി വളരെ എപ്പോഴാണെങ്കിലും ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിക്കൊണ്ടിരുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ അങ്ങനെ കുറെ ചേഞ്ചസ് ഞാൻ വരുത്തിയ ഒരാളാണ്. അതാണ് ഞാൻ പറയുന്നത്. മുമ്പ് ഞാനും എപ്പോഴും ലേറ്റ് ആയിട്ട് പോകുന്ന ആളാണ്. തന്നെക്ക് ഇപ്പോഴും ആ ഹാബിറ്റ് ഉണ്ട്. അപ്പൊ അടുത്ത കാലത്താണ് ഞാൻ വായിച്ചെങ്കിൽ ലേറ്റ് ആയിട്ട് പോണവര് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ ഇവിടെ ഷൂട്ടിന് ഇവിടെ വന്നതിന് ശേഷവും കണ്ടില്ലേ കുറച്ച് ക്രിയേറ്റീവ് ആയിരുന്നില്ലേ? ഞാൻ മേക്കപ്പ് ഇട്ട് കണ്ടില്ലേ? അതെ, ലേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു. കാരണം ഇത് വന്ന് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ഫ്ലോറിൽ കുട്ടികളുടെ ക്ലാസ് ഉണ്ട്. നമുക്ക് അങ്ങനെയല്ല, ഞാൻ പള്ളി പോയപ്പോ അച്ഛൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വിട്ടത്. പിന്നെ എനിക്ക് എന്റെ ഡേ ഡ്രസ്സ് എടുക്കാൻ പോയി. എന്റെ ഡ്രസ്സ് സൺഡേ ആയിരുന്നു. അതിന്റെ ഡേ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് മമ്മീനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അത് സത്യമായിട്ടും അത് 2 ദിവസം മുന്നല്ലേ തുടങ്ങി. അപ്പൊ ആൾക്ക് പോകാൻ പറ്റില്ല. ഇന്നിപ്പോ ഇവിടെ ക്ലാസ്സും കാര്യം ഉള്ളതുകൊണ്ട് ഞാനും മമ്മിയും പോയി. ആരെങ്കിലും ഒരാൾ പോകണ്ടേ? ഡിസിപ്ലിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഒട്ടുമില്ല. ഓക്കെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സീരിയൽസ് കാണുന്നത്? ഞാൻ എന്റെ സീരിയലെല്ലാം കാണും. ഞാൻ അഭിനയിക്കുന്ന എല്ലാ എപ്പിസോഡും. നമ്മുടെ എപ്പിസോഡ് മാത്രമാണോ അതോ എല്ലാ എപ്പിസോഡും കാണും? ഞാൻ അഭിനയിക്കുന്ന സീരിയലിലെ എല്ലാ എപ്പിസോഡും. ഞാൻ അഭിനയിച്ചു പോലും കാണത്തില്ല. അങ്ങനെ ഒരു സീരിയൽ പേഴ്സൺ ആണ്. കാരണം സിനിമകൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട് അത് അങ്ങനെ വെബ് സീരീസും കാണും. സീരിയൽ ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ, നമ്മൾ എന്നും കാണണം. അത് കാണണം, ഒന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ കാണണം. അങ്ങനെ എന്റെ മമ്മി പക്ഷെ എല്ലായിരുന്നു കാണും. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മമ്മി കാണുന്ന കഥ ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ. അത് പല വീടുകളിലുള്ള പോലെ തന്നെ ഈ മൊബൈൽ വെച്ച് കഥ കേട്ട് ഉറങ്ങും. എന്റെ മമ്മിയുടെ നെഞ്ചത്തൊക്കെയാണ് ഫോൺ കിടക്കുന്നത്. കിടന്നുറങ്ങുമ്പോ ഇങ്ങനെ കിടന്നുറങ്ങും. ഇതും കേട്ടോ ഓക്കെ. അപ്പോ ഹൂ ഇസ് മോർ ഫിൽമി ഇൻ ലൈഫ്? അതായത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള റിയൽ ലൈഫില് തന്നെയായിരിക്കും. ഡ്രാമാറ്റിക് ആണ്. രണ്ടുപേരും അല്ല. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ നോക്കി ഉടനെ ഞാൻ മാറ്റിയതല്ല. ഞാനിങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ട് ഉണ്ടോ? ഞാൻ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒട്ടും അല്ലാത്തൊരു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ. ഞാൻ പറഞ്ഞു രണ്ടുപേരും ഡ്രാമാറ്റിക് ഒന്നും അല്ല, റിയലിസ്റ്റിക് ആണ്. പ്രാക്ടിക്കൽ ആണ് ഭയങ്കര. കാരണം നമ്മൾ അതാണ് പല കാര്യങ്ങളും വീട്ടില് എല്ലാരും ചോദിക്കും. നമ്മൾ ഭയങ്കര പ്രാക്ടിക്കൽ ആണ് നമ്മുടെ ലൈഫില്. അത് രണ്ടുപേരും എങ്ങനെ ഒരുപോലെ വന്നു എന്ന് അറിഞ്ഞൂടാ. പിന്നെ ആകെ വല്ല റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമുള്ള ഒരു ഡ്രാമാറ്റിക് എക്സ്പ്രഷൻസ് മാത്രമേ. ഡ്രാമയല്ല, അത് ഒറിജിനൽ ആയിട്ട് വരുന്നത്. അതും ഡ്രാമയല്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, 14 years ആയിരിക്കും കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ നമുക്ക് ഒരിക്കലും നിന്നു പോവാത്തൊരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു ലവ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് എല്ലാ കപ്പിൾസിനും പറ്റാറില്ല, ടു ബി വെരി ഓണസ്റ്റ്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ഒരു ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബോണ്ടിങ് ഉണ്ടല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് ഫോണിലുണ്ടായിരുന്ന ക്വസ്റ്റൻ അല്ല, എന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോ അതിന് വേണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇപ്പോ യാത്രകളാണോ അതോ ഇപ്പോഴും ആ റൊമാൻസ് കീപ്പ് ചെയ്യാൻ? എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കാം. അത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് കീപ്പ് ചെയ്യും. അതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാള് ഒരു നമ്മള് മ്യൂച്വൽ റെസ്പെക്ട്, നമ്മള് തമാശകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയും എങ്കിലും നമ്മളത് നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ മെയിൻറ്റെയിൻ, അല്ലെ എന്നെ അത് പറഞ്ഞാൽ ശരിയായില്ല, ഈ സാധനം മനസ്സിട്ട് തിരിച്ച് പറഞ്ഞ് അവിടെ ഈഗോ ഹേർട്ട് ചെയ്ത് അങ്ങനെ ഒരു സംഗതി ഞങ്ങളുടെ ഇടയിലില്ല. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു റെസ്പെക്ട്, ഇപ്പം ഞാൻ ധന്യക്ക് റെസ്പെക്ട് കൊടുക്കുന്ന പോലെ തന്നെ ധന്യ എനിക്കും ചെയ്യാറുണ്ട്.
പിന്നെ നമ്മളെ യാത്രകളിലോ അങ്ങനെ സംഭവമൊന്നുമല്ല, ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ പിന്നെ നിങ്ങളുടെ ലൈഫ് തന്നെയാണ് നിങ്ങൾ ആ പിന്നെ നമുക്ക് കുറച്ച് വർഷം കഴിയുമ്പോ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി പിന്നെ ഞാൻ ആ വിഷയം എങ്ങനെയെങ്കിലും മാറ്റി വേറെ പോയിന്റിൽ എത്തിക്കാൻ നേരത്ത് അത് പിന്നെയും പറയരുത്. കാരണം നിങ്ങളിപ്പോ പോവും ഷൂട്ട് കഴിഞ്ഞ്. കാരണം ഞങ്ങളുടെ ഹണിമൂൺ തന്നെ പോയത് കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാരും ചോദിച്ച് ആള് കേട്ട് മടുത്തപ്പോഴാണ് ആള് തീരുമാനിച്ച കൊണ്ടോണം എവിടെയെങ്കിലും എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം വഴക്കിട്ടിരുന്നപ്പോഴാണ് നമുക്ക് എവിടെ പോടാൻ ഹണിമൂൺ. ഞാൻ ആലോചിച്ചു എന്തത് വഴക്ക് മാറ്റാതായിരിക്കും വിചാരിച്ച. അല്ല, കല്യാണം കഴിഞ്ഞ് ശംഖുമുഖത്തൊക്കെ ബീച്ചിൽ വന്നിട്ട് രാത്രി ഡ്രൈവ് ചെയ്ത് അവിടെ രാത്രി പോയിട്ട് കാറിൽ കൊണ്ടുപോയിട്ട് ഇതാണ് കാറിലിരുന്ന ഡേഡി ഇതാണ് കേട്ടോ നമ്മുടെ ശംഖുമുഖം ബീച്ച്, വാ പോവാം, ഭയങ്കര ആളുകളൊക്കെ ഉണ്ട്, ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ യാത്രകൾ. കോവള എന്നെ കൊണ്ടുപോയിട്ടേ ഇല്ല, കന്യാകുമാരി കൊണ്ടുപോയിട്ട് പോലുമില്ല. പക്ഷെ ഞങ്ങൾ അതൊക്കെ മാറി. ഞങ്ങൾ ഈ ഇടയ്ക്ക് മണാലി, ആഗ്ര. മോനിപ്പോ വയസ്സ് പറയണ്ട, എന്റെ മോന്റെ 14 വർഷമല്ല 12 വയസ്സായി മോന്. അപ്പൊ മോനെ എവിടെയും കൊണ്ടുപോകാൻ വേണ്ടിട്ടാ മണാലി ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു ആദ്യമായിട്ട്. മോനെയും കൊണ്ടുപോയി. അങ്ങനെ മോന് വേണ്ടിട്ട് ഒരു ട്രിപ്പൊക്കെ പോയി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രകൾ. പക്ഷെ യാത്രകൾ ചെയ്യണ എപ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പിന് നല്ലതാണ്. പക്ഷെ അപ്പോഴും നമുക്ക് മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലെങ്കിൽ എവിടെ യാത്ര ചെയ്തിട്ടും കാര്യമില്ല, അതാണ് സത്യം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഒരാൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് ഹേർട്ട് ആയി കഴിഞ്ഞാൽ വിഷമം വരും. ഈ ദേഷ്യം വരുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അതാ എനിക്ക് ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. അതെ, ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ ഇച്ചാൻ എന്നെ ഹേർട്ട് ചെയ്യാനായിട്ട് എന്തും പറയാൻ പറ്റും. പക്ഷെ എനിക്ക് ഹേർട്ട് ആയെന്ന് തോന്നുമ്പോ ആൾ എന്റെ അടുത്ത് ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആൾക്കും ഹേർട്ട് ആയെന്ന് തോന്നുമ്പോ എനിക്കും വിഷമം.